ഹായ് ഗായ്സ്, ഇന്ന് ഞാനിവിടെ ആൽഫ്രെഡോ വൈറ്റ് സോസ് ചിക്കൻ പാസ്തയുടെ റെസിപ്പി ആയിട്ടോ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇതൊരു ഫേവറേറ്റ് ഡിഷാണ്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഉണ്ടാക്കാനും അതുപോലെ തന്നെ കഴിക്കാനും. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാൻ നമുക്ക് നോക്കിയാലോ. ഫസ്റ്റ് നമ്മളൊരു പാൻ എടുത്തിട്ട് അതിലേക്ക് ആവശ്യമുള്ള ബട്ടർ ചേർത്തിട്ട് നമ്മൾ ബോൺലെസ് ചിക്കൻ കുഞ്ഞു കുഞ്ഞു പീസാക്കിയിട്ട് അതിലേക്ക് ഉപ്പും കുരുമുളക് പൊടിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വേവിച്ച് വെക്കുക. എന്നിട്ട് മറ്റൊരു പാത്രം എടുത്തിട്ട് നമ്മുടെ പാസ്ത വേവാനുള്ള പാകത്തിനുള്ള വെള്ളം വെക്കുക. അതിലേക്ക് നമ്മൾ ഓയിലും ഉപ്പും ചേർത്ത് നന്നായിട്ട് തിളപ്പിക്കുക കേട്ടോ. എന്നിട്ട് തിളച്ച് വരുന്നതിലേക്ക് നമ്മൾ പാസ്ത ആഡ് ചെയ്യാണ് വേണ്ടത്. ഞാനിവിടെ മാക്രോണിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഈ പാസ്ത മാക്രോണി നമ്മുടെ വലിയ വ്യത്യാസമൊന്നുമില്ല, ചെറിയ വലുപ്പത്തിലുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ കേട്ടോ. എന്നിട്ട് വേവിച്ച് മാറ്റി വയ്ക്കുക. നമ്മൾ മറ്റൊരു പാൻ എടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ബട്ടർ ചേർത്തിട്ട് അതിലേക്ക് വെളുത്തുള്ളി ചെറിയ ചെറിയ പീസാക്കി അരിഞ്ഞിട്ട് വേവിക്കുക കേട്ടോ. എന്നിട്ട് അതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള പച്ചക്കറി, അതായത് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ക്യാപ്സിക്കം, വെല്ലുള്ളി, ക്യാരറ്റ് എന്നിവയാണ്. അതിട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റുക. ഹൈ ഫ്ലെയിമിലിട്ടാണ് നമ്മൾ വേവിക്കേണ്ടത്. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുരുമുളക് പൊടിയും ചേർത്തിട്ട് ഒന്ന് വേവിക്കുക കേട്ടോ. എന്നിട്ട് നേരത്തെ വേവിച്ചുള്ള ചിക്കനും കൂടി അതിലേക്ക് ആഡ് ചെയ്തിട്ട് അതൊന്ന് മാറ്റി വയ്ക്കുക. ഇനി മറ്റൊരു പാത്രത്തിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള ബട്ടർ ചേർത്തിട്ട് അതൊന്ന് മെൽറ്റ് ചെയ്യുക കേട്ടോ. മെൽറ്റ് ചെയ്തെടുത്തിട്ട് അതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള മൈദയാണ് ചേർക്കുക. അങ്ങനെ മൈദ ചേർക്കുമ്പോൾ ഒന്ന് കട്ട കുത്തും കേട്ടോ. അത് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കണം. എന്നിട്ട് അതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള പാലാണ് ചേർക്കേണ്ടത്. ഇങ്ങനെ പാല് ചേർക്കുമ്പോൾ നന്നായിട്ട് ഇത് കട്ട കുത്തും. അത് കട്ടകൾ നമ്മൾ റെഡിയാക്കി എടുക്കണം. ഞാനിവിടെ വിസ്ക് ഉപയോഗിച്ചിട്ടാണ് ഈ കട്ടെന്ന് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ നല്ല ക്രീമി സ്ട്രക്ചറിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് നേരത്തെ വേവിച്ചിട്ടുണ്ടായിരുന്ന മാക്രോണിയും വെജിറ്റബിൾസും ചിക്കനും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യണം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇളക്കുക. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് ചേർക്കേണ്ടത് കുരുമുളക് പൊടിയും അതുപോലെ ചില്ലി ഫ്ലെക്സും കൂടെ ആഡ് ചെയ്യണം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് പിന്നെ ഞാനിവിടെ ചേർത്തിട്ടുണ്ടായിരുന്നത് ചീസാണ്. അങ്ങനെ കുറച്ച് ചീസും കൂടെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് ഒറിഗാനും കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഉപ്പൊക്കെ നമ്മുടെ പാകത്തിനിടാം കേട്ടോ. അങ്ങനെ നമ്മുടെ ക്രീമി ആയിട്ടുള്ള ആൽഫ്രെഡോ ചിക്കൻ വൈറ്റ് സോസ് പാസ്ത റെഡി ആയിട്ടുണ്ട്. ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ട്രൈ തന്നെയാണ്. അതുകൊണ്ട് ഉണ്ടാക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യണേ.